രാജസ്ഥാനിലെ കോട്ട നഗരത്തിൽ രാത്രിയുടെ യാമങ്ങൾ നിശബ്ദമായി ഉറങ്ങുമ്പോഴും ആ ചെറിയ മുറിയിലെ മങ്ങിയ വെളിച്ചം അണഞ്ഞിരുന്നില്ല. നിവർന്നു കിടക്കാൻ പോലും സ്ഥലമില്ലാത്ത ആ കൊച്ചു മുറിയിലിരുന്ന് വിശപ്പിൻ്റെ വിളി അടക്കാൻ ഒരു നേരം മാത്രം റൊട്ടിയും ചട്നിയും കഴിച്ച് ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തിലായിരുന്നു. അവളായിരുന്നു പ്രേരണ സിംഗ്. വിധിയുടെ ക്രൂരമായ അടിയേറ്റ് തകർന്നു പോയ ഒരു കുടുംബത്തിന് വെളിച്ചമാകാനും മരിച്ചുപോയ അച്ഛൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുമായി സ്വന്തം ജീവിതം തന്നെ പണയം വെച്ച് പോരാടുകയായിരുന്നു അവൾ. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായ അച്ഛൻ്റെ തുച്ഛമായ വരുമാനത്തിലായിരുന്നു പ്രേരണയുടെ കുടുംബം മുന്നോട്ടു പോയിരുന്നത്. എന്നാൽ 2018 പ്രേരണ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ കുടുംബത്തിനുമേൽ വൻ ദുരന്തം പെയ്തിറങ്ങി. ക്യാൻസർ എന്ന മഹാരോഗം കവർന്നെടുത്തത് ആ കുടുംബത്തിൻ്റെ ഏക താങ്ങായ അച്ഛനെയായിരുന്നു. അച്ഛൻ്റെ വേർപാടിൻ്റെ ആഘാതത്തിൽ തളരുമ്പോൾ പ്രേരണയുടെയും അമ്മയുടെയും മുന്നിൽ ഉയർന്നു വന്നത് ഹിമാലയം പോലുള്ളൊരു പ്രതിസന്ധിയായിരുന്നു. ഏകദേശം 27 ലക്ഷം രൂപയുടെ വൻ കടബാധ്യത. സ്ഥിരമായ ഒരു വരുമാനം പോലുമില്ലാത്ത ആ പെൺകുട്ടിക്കും അമ്മയ്ക്കും ആ തുക ഒരു മരണക്കെണി പോലെ തോന്നിപ്പിച്ചു. എന്നാൽ തളർന്നു വീഴാൻ അവൾ തയ്യാറായിരുന്നില്ല. അച്ഛൻ്റെ രോഗശയ്യയ്ക്കരികിലിരുന്ന് ശുശ്രൂഷിക്കുമ്പോഴും പഠനം കൈവിടാതെ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും 81% മാർക്ക് നേടി അവൾ ആദ്യ പോരാട്ടത്തിൽ വിജയം കണ്ടു. തുടർന്നങ്ങോട്ട് ഓരോ നിമിഷവും പ്രേരണയുടെ ജീവിതത്തിൽ ഒരു സസ്പെൻസ് സിനിമയിലെന്ന പോലെ വെല്ലുവിളികൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. കോച്ചിങ് സ്ഥാപനങ്ങളിൽ പോകാൻ പണമില്ലാതെ 2020 തൻ്റെ ആദ്യ നീറ്റ് പരീക്ഷ എഴുതിയ പ്രേരണ നേടിയത് 401 മാർക്കായിരുന്നു. ലക്ഷ്യത്തിലെത്താൻ അത് മതിയാകുമായിരുന്നില്ല. തൊട്ടടുത്ത വർഷം കോവിഡ് മഹാമാരിയുടെ ഇരുട്ടിലും തളരാതെ സ്വന്തമായി വീണ്ടും വീണ്ടും പഠിച്ച് അവൾ മാർക്ക് 497 ഉയർത്തി. തോറ്റുകൊടുക്കാൻ മനസ്സനുവദിക്കാത്ത പ്രേരണ 2022 വീണ്ടും ശ്രമിച്ചു. അവളുടെ അവിശ്വസനീയമായ ആത്മവിശ്വാസവും ദയനീയമായ സാമ്പത്തിക അവസ്ഥയും മനസ്സിലാക്കിയ ഒരു കോച്ചിങ് സെൻറ്റർ ഫീസിൽ 80% ഇളവ് നൽകി അവൾക്ക് പ്രവേശനം നൽകി. ആ വർഷം അവൾ 558 മാർക്ക് വാരിക്കൂട്ടി. പക്ഷേ ലക്ഷ്യത്തിലേക്ക് ഇനിയും ദൂരമുണ്ടായിരുന്നു. ഒരു ദിവസം 10 മുതൽ 12 മണിക്കൂർ വരെ നിരന്തരമായി പഠിക്കുമ്പോൾ വയറ്റിലെ വിശപ്പിൻ്റെ പട്ടിണിയെ അവൾ പാടെ അവഗണിച്ചു. ബന്ധുക്കളുടെ ചെറിയ സഹായവും അമ്മയുടെ പ്രാർത്ഥനയും മാത്രമായിരുന്നു അവളുടെ കരുത്ത്. അങ്ങനെ കാത്തിരുന്ന ആ ചരിത്ര നിമിഷം എത്തിച്ചേർന്നു. 2023 നീറ്റ് UG പരീക്ഷാഫലം പ്രഖ്യാപിക്കപ്പെട്ട ദിനം. രാജ്യമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ അമ്പരപ്പിച്ചുകൊണ്ട് പ്രേരണ വൻ വിജയം കുറിച്ചു. 720-ൽ 686 മാർക്ക് നേടി. യോഗ്യത നേടിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കിടയിൽ 1033-ാം അഖിലേന്ത്യാ റാങ്ക് സ്വന്തമാക്കി അവൾ ചരിത്രം കുറിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ മികച്ച ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലൊന്നിൽ MBBSന് സീറ്റ് അവൾക്ക് മുന്നിൽ വാതിൽ തുറന്നു. നിരന്തരമായ പരിശ്രമത്തിനിടയിൽ അവൾ നേടിയെടുത്തത് അവളുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഇത് ഒരു കുട്ടിയുടെ ജീവിത കഥയാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.